السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. لا إله إلا الله കൊണ്ട ഈമാനിന്റെ വാതിൽ കടന്ന ഓരോ വിശ്വാസിയും സഞ്ചരിക്കുന്നത് ലാ മൗജൂദയില്ലല്ലാ എന്ന അനുരാഗ ലോകത്തെ കാണാം. ആ ശുദ്ധ തെളിവിനെ തേടി നീ ശരീഅത്ത് എന്ന കപ്പലേറണം. തസവുഫിന്റെ ചുളിവുകൾക്കിടയിലൂടെ മഅരിഫത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്തോറും നിന്നെ അസ്റാറുകളുടെ രസം വന്ന വിരിഞ്ഞു മയങ്ങും. കണ്ണ് കാണാത്ത ആശിഖായി നീ ദുനിയാവ് മറക്കും. നിന്റെ അനുരാഗനാഥനിൽ മതി മറന്നങ്ങനെ ഒരു സൂഫിയായി നിനക്ക് സഞ്ചരിക്കാനാകും. ഹാജി അബ്ദുർ റസാഖ് മസ്താന്റെ വരികളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിൻ്റെ അടിക്ക് കണ് ചുളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ. തൊഴിലുകളവൻ്റെ സ്വന്തമെന്നറിഞ്ഞു, കഴിവുകളിതിൻ്റെ കർത്താവെന്നറിഞ്ഞു. അള്ളാഹുവിലേക്കുള്ള ആത്മീയ സഞ്ചാരത്തിന് അള്ളാഹു അമ്പിയാക്കൾ വഴി 104 കിതാബും നൽകി. ആ വിജ്ഞാനം പാല് കുടിച്ച നീ നിന്റെ വിശപ്പകറ്റുക. വഴികളതാകെ 104, വഴികളതാകെ 104, വിശപ്പിനേക വിജ്ഞാനപ്പലെ ദായിമും ദായിമായി വിളങ്ങും ഒളിവേ, ദായിമും ദായിമായി വിളങ്ങും ഒളിവേ. ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിൻ്റെ അടിക്ക് കണ് ചുളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ. കലിമയിലാണ്ട് കൗതുകം പൂണ്ട്, കാഫ് ഹായ ഐൻ സ്വാദിൽ കണ്ട്. അള്ളാഹുവിലേക്കുള്ള ആത്മീയ ഗമനത്തിൽ നിനക്ക് ഒരുപാട് കൗതുകങ്ങൾ കാണാനുണ്ട്. ഖുർആനിലെ വാക്കുന്നതിനപ്പുറം കാഫ് ഹായ ഐൻ സ്വാദ് കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആത്മാവിനും ഖുർആൻ വഴി എത്തിപ്പിടിക്കാവുന്ന അറ്റമില്ലാത്ത അനുഭവ ലോകത്തേക്കുള്ള സൂചകമായിട്ടാണ് സൂഫി കൊണ്ടുവന്നിരിക്കുന്നത്. കലിമൊഴി പാടുത്ത് അബ്ദുർ റസാഖ്, കലിമൊഴി പാടുത്ത് അബ്ദുർ റസാഖ്, കരഞ്ഞുള്ള വാക്ക് കയ്യേറ്റെടുക്ക്, ഒളിവിന്നൊളിവായി വിളങ്ങും ഒളിവേ, ഒളിവിന്നൊളിവായി വിളങ്ങും ഒളിവേ. ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിൻ്റെ അടിക്ക് കണ് ചുളിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ. വഹദത്തുൽ വജൂദിന്റെ അനന്തവും വിശാലവുമായ കാഴ്ചയിൽ സ്വയം മറന്ന നിർവചിക്കാനാവാത്ത ഹക്കിനെ വിവരിക്കുകയാണ് മൗലാ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും പ്രമുഖ സൂഫിയുമായ ഗുണകുടി മസ്താൻ. സ്ഥൂലതയിലും സൂക്ഷ്മതയിലും അള്ളാഹുവിന്റെ ബൃഹത് പ്രപഞ്ചം അത്ഭുതം തന്നെ. നമ്മുടെ കാഴ്ചയിൽ വളരെ വലുതായി കാണുന്ന ഈ സൃഷ്ടി പ്രപഞ്ചം വാസ്തവത്തിൽ സൂക്ഷ്മമായ ഹഖീഖത്തിന്റെ ആധ്യാത്മിക പർദീസയുടെ മുന്നിൽ അതീവ നിസാരമത്രേ. അഥവാ
സൂക്ഷ്മതയാണ് സ്ഥൂലതയേക്കാൾ ബൃഹത്തായത്. വലുതാണ് ചെറുത്, എന്നാൽ വലുതാണ് ചെറുത്, ചെറുതാണ് സുന്ദരം. പ്രിമിറ്റീവ് ബ്യൂട്ടി എന്ന് പറയുന്നത് പോലെ മുള്ളുമുനയിലെ 33 പട്ടണമടക്കി வைத்தால் அந்த இறையவனிக்கு தலையுமில்லை, அந்த இறையவனிக்கு தலையுமில்லை. முள்ளுமுனையிலே 33 பட்டணமடக்கி வைத்தால் அந்த இறையவனிக்கு தலையுமில்லை, அந்த இறையവനിക്ക് தலையுമിல்லை. അലിഫ് അതിന്റെ സങ്കല്പത്തെ ഒരു മുള്ളായിട്ടെടുക്കുക. സകല സൃഷ്ടി വസ്തുക്കളും പദാർത്ഥങ്ങളും എടുപ്പുകളും 33 എന്ന അനന്ത സംഖ്യയിൽ അളക്കാവുന്ന ബാഹ്യലോഹങ്ങളും ഒക്കെ ആ അലിഫിന് മുകളിൽ നാട്ടി നിർത്തിയതായി നമുക്ക് നിരൂപിക്കാം. എല്ലാം നിർമ്മിച്ചവന് കേവലം സൃഷ്ടികളെ പോലെ തലയും ഉടലുമായുള്ള രൂപഭാവങ്ങളിലൂടെയാണോ നാം അല്ലാഹുവിനെ കാണുന്നത് എന്നാണ് തന്റെ ഈരടികളിലൂടെ ഗുണകുടി മസ്താൻ നമ്മോട് ചോദിക്കുന്നത്. ഇറയവനിക്ക് തലയുമില്ലേ, அந்த இறையவனிக்கு தலையுமில்லை, அந்த இறையவனிக்கு தலையுமில்லை. முள்ளுமுனையிலே 33 பட்டணமடக்கி வைத்தால் அந்த இறையவனிக்கு தலையுமில்லை, அந்த இறையவனிக்கு தலையுமில்லை. ഈ അണ്ടകടാഹങ്ങൾ അഖിലം മരിച്ചെടുത്താൽ പോലും നിനക്ക് അഹദായ നാഥനെ കാണാനാവില്ല. കാരണം പ്രാപഞ്ചികമായതിനെ മാത്രം കാണാവുന്ന കണ്ണെ ആ നാഥൻ നമുക്ക് നൽകിയിട്ടുള്ളൂ. ആ നാഥനിൽ നീ നീതി തുടിച്ച ആധ്യാത്മിക പറുദീസയിൽ ഒരു ലൈലയായി ഇലാഹി ഷൗക്കിൽ ഇഷ്കിന്റെ ശംഖുമേന്തി അലഞ്ഞ് അലിഞ്ഞ് ലയിച്ചടങ്ങുക. السلام عليكم ورحمة الله.